നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കൂടുതൽ പേർക്കും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് തുടക്കത്തിലൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നിരിക്കാം. അത് ഈ ഒരു വ്യക്തിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാവില്ല, അല്ലാതെ ഓരോ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ റിലേഷൻഷിപ്പിന് ഒരു എസ് പറയണമെന്ന് നിങ്ങൾ ആദ്യം മടിച്ചു നിന്നിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നിലേക്ക് വന്ന് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഒന്നിച്ച് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, അതിന് ശേഷമാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ഈ ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഇവർക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേഴ്സൺ എപ്പോഴും തന്നെ നിങ്ങളെ ഒരുപാട് കാര്യത്തിൽ ഇങ്ങനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുള്ളവരായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് പല കാര്യത്തിലും അവരെക്കാളും ഒരുപാട് ബെറ്റർ ആണ് നിങ്ങളെന്ന് തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മേ ബി എഡ്യൂക്കേഷൻ വൈസൊക്കെ കുറച്ചുകൂടി അവരെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പോൾ കുറേ കൂടി സൗന്ദര്യം നിങ്ങൾക്ക് കൂടുതലാണെന്നോ ആ ഒരു രീതിയിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ വളരെ വാല്യുബിളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ വളരെ താല്പര്യമുള്ളൊരു പേഴ്സണായിട്ടും കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ വളരെ വാല്യുബിൾ ആയിട്ടൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൗഡാണ് നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും. എൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവർ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചത് വളരെ സിൻസിയറായിട്ടാണ്. നിങ്ങൾ വളരെ വാല്യുബിളായിട്ടും നിങ്ങളെ വളരെ പ്രൗഡായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പേഴ്സണായിട്ട് തന്നെയാണ് എനിക്കിവിടെ ഫീൽ ആവുന്നത്. ഒരുപക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജീസ് പല സമയത്ത് നിങ്ങളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും. ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ പോലും അവരെ ഹാപ്പിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൾറൗണ്ടർ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെപ്പോലുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പോലും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു പാസ്റ്റ് എനർജിയാണ്. കാരണം അത്രത്തോളം നിങ്ങൾക്ക് മറ്റാരും ഒരു അസൂയ പോലും തോന്നുന്ന രീതിയിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിച്ചിട്ടുണ്ട്. അത് വളരെ സിൻസിയറായിട്ട് തന്നെ ആയിട്ടാണ് ഒരു പാസ്റ്റ് എനർജി എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്പേസ് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോയിട്ടും നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളാണ് അവർക്ക് എല്ലാമുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ 100% ബിലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. അത് എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഒരു താല്പര്യക്കുറവാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാണ്ട് അവരിങ്ങനെ നിൽക്കുന്ന ഒരു എനർജി. ഇനി നിങ്ങൾ വന്നാൽ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ വരട്ടെ എന്നും കരുതി ഇരിക്കുന്ന ഒരു എനർജിയൊക്കെ ഫീൽ ആവുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ളത്. നിങ്ങൾ ഒഴിഞ്ഞു മാറി പോയിട്ടും നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് ഇതിലേക്ക് വലിച്ചടിപ്പിച്ചത് ഈ ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹം തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു റീസണും ഇല്ലാണ്ട് മാറി നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ ഇവരിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഇവർ മാറി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വേദനയോട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കുറേ പേരെങ്കിലും ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആ ഒരു അകലം പാലിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു പറയുന്ന വാക്കുകൾ കേട്ടിട്ട് റിലേഷൻഷിപ്പിലാവേണ്ടിയിരുന്നില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന തീരുമാനം തെറ്റായി പോയോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലോകമായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിലാണ് ഇവിടെ നിങ്ങളിൽ നിന്ന് ഇവർ മാറിപ്പോയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് പേർ അസൂയപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ അത് ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം. പല രീതിയിൽ ഒരു മാനിപ്പുലേറ്റിംഗ് എനർജി ഒക്കെയാണ് ഇവിടെ ഫീൽ ആവുന്നത്. ഈ ഒരു മാറ്റത്തിന് കാരണം അതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പേഴ്സൺ ഭയങ്കര രീതിയിൽ, അതായത് നിങ്ങളാണ് വലുതെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി തന്നെ പലപ്പോഴും നിങ്ങളെ കുത്തി നോവിച്ചിട്ടുള്ള പോലെ നിങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും തന്നെ ഒരു നോ കോൺടാക്റ്റിലൊന്നും ആയിരിക്കണം എന്നില്ല. കുറച്ച് പേരൊക്കെ തന്നെ കോൺടാക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് മുൻപേ തൊട്ടേ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇവരൊരു പിടി തരുന്നില്ല. ഇൻ കേസ് ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മേ ബി മറുപടി തരുന്നുണ്ടെങ്കിലും
പിന്നെ അടുത്ത ഒരു കാര്യം ചോദിക്കാൻ വരുമ്പോഴേക്കും ഇവർ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ അതിനുള്ള ഒരു മറുപടി തരണമെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കണം ചിലപ്പോൾ ഇവർ തരുന്നതൊക്കെ തന്നെ. അപ്പം അങ്ങനെ ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സെൽഫ് വാല്യൂ കൊടുക്കുന്നുണ്ട്, ഒരു സെൽഫ് ലവ് ചെയ്ത് ഒരു സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും കുറച്ചൊരു മാറി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങളിപ്പോഴും ഇവർ പഴയതുപോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്. കാരണം ഇവർ തന്നിട്ടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർ പോലും അസൂയപ്പെടുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കരുതലും സ്നേഹവും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന 3 കാർഡ്സാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന കാർഡ്സിൻ്റെ എനർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നിങ്ങൾ കുറേ പീരിയഡ് സമയത്ത് ഒരു സ്ട്രെങ്ത് ആർജിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ കുറേ കൂടി ഒരു സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മേ ബി ഇവരെ കാണിക്കാൻ എന്നോണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ ഒരു ചേഞ്ച് വന്നത് കണ്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ വീണ്ടും ഒരു അട്രാക്ഷൻ വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിൽ കുറേ കൂടി ഈ ഒരു പേഴ്സണേക്കാളും ഒരുപാട് പടി മുന്നിലാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ വന്നതും നിങ്ങളാണ് എല്ലാം കൊണ്ടും മികച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്താണ് നിങ്ങളിലേക്ക് ഇവർ അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എപ്പോഴൊക്കെയോ നിങ്ങൾ വീക്കായി പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു അകൽച്ച വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും ഒരു സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ളത് കണ്ടിട്ട് വീണ്ടും അവർക്ക് ഈ ഒരു സെയിം തോന്നൽ, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സെയിം തോന്നലൊക്കെ ഇപ്പോഴും തോന്നുന്ന ഒരു എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോടകം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ കുറേ പേരെങ്കിലും ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ സ്നേഹിച്ച പോലെ തന്നെ ആ ഒരു രീതിയിൽ നിങ്ങളോടൊരു സ്നേഹം മീൻസ് അറിയിച്ചതുപോലെ തന്നെ അവരിപ്പോഴും മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്നും അടുത്തായിട്ട് ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു ഇഷ്ടത്തോടു കൂടി നിങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻസിലൂടെ പറയാൻ മറക്കരുത്. എനിക്ക് ആ ഒരു ഫീൽ ഇവിടെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഓഫ് വൺസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോഴും ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങളോട് ഒരു അകൽച്ച കാണിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ഇടിച്ചു കയറി വരാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പതിയെ 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 നിങ്ങളെ സമീപിക്കാനുള്ള ഒരു ചിന്തയൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ കൂടിയും ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഒക്കെയുള്ള ഒരു പോസിബിലിറ്റി റീഡിങ്ങിൽ കാണുന്നുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾക്കത് മേ ബി കിട്ടിയിട്ടുള്ളവരും ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരണം എന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ശരിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടും ഒരു പോസിറ്റീവായിട്ടും സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഈ വക കാര്യങ്ങളിലാണ്. അതായത് നിങ്ങളിലുണ്ടായിരുന്ന പോസിറ്റീവ് എനർജീസിനെയാണ് ഇവർ കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിലാണ് നിങ്ങളിൽ കൂടുതലായിട്ട് ഇവർ അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പല കാര്യങ്ങളും അത് നിങ്ങൾക്കാണ് അറിയാവുന്നത്. പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ചിലപ്പോൾ കരിയറിലുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ളവരായിരിക്കാം നിങ്ങൾ. സോ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന കാണുമ്പോഴൊക്കെ തന്നെ നിങ്ങളോടൊരു മതിപ്പ് തോന്നി, അല്ലെങ്കിൽ ആ ഒരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പലവട്ടം. അപ്പോൾ അതൊക്കെ തന്നെ ഇവർക്ക് വേണ്ടി ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്കും അത് പേഴ്സണലി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കര എനർജിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരും.